ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് നമ്മുടെ പൊന്നൂസിൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഇത് നൈറ്റാണ്. ആൾ നല്ല ഉറക്കത്തിലാണ്. ഉറക്കം ഒഴിച്ച് കഴിഞ്ഞിട്ട് കൂട് കൊടുക്കണം കേട്ടോ. കാരണം ഒരു 7 മണി 7:30 ആകുമ്പോഴാണ് എണീറ്റത്. അതുവരെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം തന്നെ ഏകദേശം ഒരു 2-3 അതിൽ കൂടുതൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. ആൾ ഈ ഡ്രസ്സിന് ഇങ്ങനെ വായിൽ വെച്ചിങ്ങനെ ഉറിഞ്ചിക്കൊണ്ടേയിരിക്കും കേട്ടോ. അതുകൊണ്ട് നനഞ്ഞാൽ ഞാൻ അത് മാറ്റി കൊടുക്കാറുണ്ട്. പിന്നെ ഉണ്ണിക്ക് ഞാൻ കോറയാണ് കൊടുക്കുന്നത് കേട്ടോ. കോറ എന്ന് പറഞ്ഞാൽ റാഗി കൂളാണ് കൊടുക്കുന്നത്. പിന്നെ ഗോതമ്പിൻ്റെയും കൊടുക്കാറുണ്ട്. ആളിത് കുളിയൊക്കെ കഴിഞ്ഞ് ഉഷാറായിട്ട് നല്ല ഉറക്കത്തിലാണ്. ചെരിഞ്ഞിട്ടേ കിടക്കാറുള്ളൂ കേട്ടോ. ചെരിഞ്ഞാണ് കിടന്ന് ശീലം ആൾക്ക്. എത്ര നമ്മൾ നേരെ കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശരിയാക്കി കൊടുത്താലും പിന്നെയും ചെരിഞ്ഞിട്ട് തന്നെ കിടക്കുള്ളൂ ആൾ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തതും ആൾ നല്ലതായിട്ട് ഉറങ്ങി. അപ്പോൾ നമുക്ക് കൺമഷിയും പൊട്ടും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഉറങ്ങുന്ന ടൈമിലൊക്കെ ഇത് നടക്കുള്ളൂ. അത് ഉണർന്നിരിക്കുന്ന ടൈമിൽ അഥവാ നമ്മളത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൺമഷിയും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുകയാണെങ്കിൽ പോലും അത് ശരിക്കും റെഡി ആവില്ല. കാരണം എന്തെങ്കിലും വൃത്തികേടാക്കിക്കൊണ്ടേയിരിക്കും, കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മായ്ച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉറങ്ങുന്ന ടൈമിലാണ് ഇങ്ങനെ കൺമഷിയൊക്കെ എഴുതി കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ആൾ നല്ല സുഖം ഉറക്കത്തിലാണ്. കുളിയൊക്കെ കഴിഞ്ഞ് ഈ ഒരു സമയത്തൊക്കെ ആൾ നന്നായി ഉറങ്ങും. ഏകദേശം ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ ഉറങ്ങാറുണ്ട് കേട്ടോ. കുറേ വട്ടമൊക്കെ ഞാനിങ്ങനെ മലർത്തി കിടക്കാൻ വേണ്ടി ഇങ്ങനെ മെല്ലെ മെല്ലെ നോക്കി. പക്ഷെ ആൾ സുഖം ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ ശരി എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. കാരണം പെട്ടെന്ന് നമ്മളങ്ങനെ നേരെ കിടക്കാൻ നോക്കിയാലും ഉണരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് പിന്നെയും നോക്കിയത് കേട്ടോ. അപ്പോൾ ഇതേ അവസ്ഥയാണ്, ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് നേരെ കിടത്തിയിട്ട് കൺമഷിയൊക്കെ എഴുതി കൊടുക്കാൻ നോക്കിയിട്ടോ. അപ്പോൾ പിന്നെ ഇടയിൽ ആൾ എണിച്ചിട്ട് പിന്നെ ഒരേ കരച്ചിലാകും. പിന്നെയും അതുപോലെ കിടന്നു കേട്ടോ. അപ്പോൾ മെല്ലെ ഞാൻ എഴുതി കൊടുക്കുകയാണ്. പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനെ എഴുതി കൊടുക്കുന്ന ടൈമിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ കണ്ണു മുഴിച്ച് നോക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് അപ്പം തന്നെ കിടന്നു. അതാണ് കേട്ടോ. പെട്ടെന്നൊക്കെ എണിക്കാറുണ്ട്. അതുപോലെ അപ്പം തന്നെ കിടന്നു ഉറങ്ങാറുണ്ട്. ചില കുട്ടികൾ അങ്ങനെ ആയിരിക്കുമെന്ന് തോന്നുന്നു. പിന്നെ സുഖമായിട്ട് ഉറക്കമായതുകൊണ്ട് തന്നെ ഞാൻ മെല്ലെ കൺമഷിയും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു. പിന്നെ കുറേ നേരം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് എണീറ്റത് കേട്ടോ. അതുവരെ എൻ്റെ പണി കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുള്ള പണി, കുളിക്കുക, അലക്കുക, പിന്നെന്താ ഫുഡ് കഴിക്കൽ ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ മെല്ലെ എണീക്കാറുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. കണ്ടോ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടോ ആൾ? ഉറങ്ങട്ടെ. പിന്നെ എണീറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഫോണൊക്കെ ഇങ്ങനെ വേഗം കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കും. അതും അങ്ങനെ ഒരു ശീലം കൂടി ഉണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ തന്നെ ഈ 6 മാസം നമ്മൾ ഫോൺ നോക്കുന്ന ടൈമിൽ ആൾ നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കിടന്നിട്ട് ഇങ്ങനെ നോക്കാറുണ്ട്. നമ്മളെന്താ കാണുന്നത് എന്ന് പറഞ്ഞിട്ട്. ഫോൺ നോക്കാനൊക്കെ ഇപ്പം തന്നെ ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.